നമസ്കാരം. അപ്പോൾ മൂത്തുവന്നം കര എന്നറിയപ്പെടുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ ഓടി വരുന്നത് മൂത്തുവന്നം കുക്കൂസ് ബേക്കറിയിലെ ഒരു പക്ക ജ്യൂസാണ്. ആ ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ് വളരെ ചെറുപ്പത്തിൽ നമ്മൾ കഴിച്ചിട്ട് ഇപ്പോഴും ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും നമ്മുടെ നാവിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ജ്യൂസ് ഒന്ന് കഴിച്ച് നോക്കേണ്ടതാണ്. ശരിക്കും മുന്തിരി എണ്ണിപ്പിറക്കി എടുക്കാവുന്ന രീതിയിലാണ് ആ ജ്യൂസിനൊരു പ്രാധാന്യം. കേരളത്തിന് അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള ജനങ്ങൾ വന്നു പോകുന്നതായിട്ട് കേട്ടറിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഒരു ജ്യൂസിൻ്റെ പ്രാധാന്യം അറിഞ്ഞിട്ട് ഈ ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് ഒത്തിരി സെലിബ്രിറ്റീസും വന്ന് പോകാറുണ്ടെന്നുള്ളൊരു വിവരം. ജ്യൂസിനൊപ്പം കഴിക്കാവുന്ന നാടൻ കടികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ചൂടോടുകൂടി കഴിക്കാവുന്ന നാടൻ കടികൾ ഇവിടെയൊക്കെ ലഭ്യമാണ്. ബോണ്ടയും പരിപ്പുടയും ഫ്രഷായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങി കഴിക്കാൻ തോന്നും. മൂത്തുവന്നം കര എന്ന് പറയുമ്പോൾ ഈ ഒരു കടയിലൊരു ജ്യൂസിനാണ് ഒത്തിരി പ്രാധാന്യമുള്ളത്. ആ ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ് ഇത്രയും വർഷങ്ങളായിട്ട് നാവിൽ നിന്നും പോയിട്ടില്ല എന്നുള്ളതാണ് മൂത്തുവന്നം നിവാസികളും അതിനപ്പുറത്തേക്കുള്ള ആളുകളും വന്നു ചേരുമ്പോൾ പറയാറുള്ളത്. എന്താണ് ഈ ജ്യൂസിനെ പ്രത്യേകത? 31 വർഷമായിട്ടുണ്ട് ഈ ജ്യൂസ് ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ട്. ഇതിനുശേഷം പല സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ ജ്യൂസുകൾ റോഡ് സൈഡിലൊക്കെ കാണുന്നുണ്ട്. എന്നാലും ഇന്നും ഒരുപാട് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇവിടെ പഠിച്ചു പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും മൂത്തുവന്ത് എൻ്റെ കടയിൽ ജ്യൂസ് തേടി വരാറുണ്ട്. പഴയ ജ്യൂസ് ഉണ്ടോ? ഇപ്പോൾ 31 വർഷമായിട്ടുണ്ടെങ്കിൽ 25 വർഷം 5 വർഷം മുമ്പ് വരെ ഞാൻ 25 വർഷം കാറ്ററിംഗ് നടത്തിയ ആളാണ്. അത് ഈ വടക്ക് തൃശ്ശൂർ ഏരിയയിലും അല്ലെങ്കിൽ എടനക്കാട് വൈപ്പിൻ്റെ ഏരിയയിലൊക്കെ എൻ്റെ കുക്കൂസ് എന്ന് പറഞ്ഞ ഒരു ട്രേഡ് നെയിമായിരുന്നു. ഇപ്പോൾ ഞാൻ വളരെ സ്നാക്സ് മാത്രം അല്ലെങ്കിൽ ഈ ജ്യൂസും സ്നാക്സും ടീ ആൻഡ് കോഫി ഇത്ര മാത്രം ഉണ്ടാകും. മറ്റേത് ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ബിരിയാണി, പൊറോട്ട, ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബീഫ് ഫ്രൈയും എപ്പോഴും ഇന്നും പല ആളുകളും ചോദിച്ചു വരാറുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അതുപോലത്തെ ഒരു ബീഫ് ഇന്ന് വരെ പിന്നെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളും നല്ല ആളുകളും ഒക്കെ ഉണ്ട്. ശരിക്കും മൂത്തുവന്നം ക്ഷേത്രം ഉത്സവം കഴിഞ്ഞിട്ട് വരുന്നത് ഈ ഒരു ജ്യൂസും ചൂടോടുകൂടിയ കടികളുമാണ്. അപ്പൊ കടിയുടെ പ്രാധാന്യം എന്താണ്? കടികൾ ചൂടോടി തന്നെ കൊടുക്കുള്ളൂ. ഇവിടെ നമ്മൾ ലൈവായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. പരിപ്പുവട, ഉഴുന്നുവട, മസാല ബോണ്ടയൊക്കെ അതിൻ്റെ മസാലയ്ക്ക് തന്നെ പ്രത്യേകതകളുണ്ട്. അതുപോലെ പഴംപൊരി, ഞങ്ങളുടെ സൂപ്പർ പഴംപൊരിയാണ്. അത് പറഞ്ഞാൽ കണ്ടാലും നമ്മുടെ മനസ്സേറി. എല്ലാ കടികൾക്കും ഞങ്ങൾ 10 രൂപയാണ് ചാർജ് ചെയ്യണം. കോളിഫ്ലവർ ഫ്രൈ ഉണ്ട് അതുപോലെ, അതൊരു പ്ലേറ്റ് 40 രൂപ. അത് കഴിഞ്ഞ മാസം വരെ 30 രൂപയാണ് ഞങ്ങൾ കൊടുത്തിരുന്നത്. ഇപ്പം എല്ലാം വില കൂടുതലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വന്നാലും കുട്ടികൾക്കൊക്കെ അത് മതി. ഏറ്റവും കൂടുതൽ പാഴ്സൽ പോകുന്ന ഒരു ഐറ്റമാണ് കോളിഫ്ലവർ ഫ്രൈ. കോളിഫ്ലവർ ശരിക്കും ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഭവം കൂടിയാണ്. അതിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ പല സ്ഥലത്തുനിന്നും ഇതേ കളറേ കിട്ടുമെന്നുണ്ടെങ്കിലും ഞാൻ കൊടുക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. എല്ലാ വെറൈറ്റികളാണ് ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ മൂത്തുവന്നം കര എന്ന് അറിയപ്പെടുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലോടിയിരുന്നത് ഈ ഒരു ജ്യൂസാണ്. ഈ ഒരു ജ്യൂസിന്റെ പ്രാധാന്യം അതോടൊപ്പം തന്നെ കുട്ടൻസ് ഒരിക്കലും പറഞ്ഞു തരില്ലെന്നാണ് പറയുന്നത്. അതായത് തീർച്ചയായിട്ടും ഈ ഒരു ജ്യൂസ് ഇനി മൂത്തുവന്നം കരയിൽ കാലുകുത്തുന്നവരെല്ലാവരും വീണ്ടും വരട്ടെ.